വിഷയം കേരള സ്റ്റോറിയാണ്. ദിസ് ഈസ് റിയൽ കേരള സ്റ്റോറി, ദിസ് ഈസ് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് സോഷ്യൽ മീഡിയ കിടന്ന ഗ്രൂപ്പ് ഓഫ് പൊട്ടക്കണക്കിലെ തവളകൾ അങ്ങോട്ട് പട്ടി ഷോയാണ്. ഇത് ഗോഡ്സ് ഓൺ കൺട്രി അല്ലാന്നും ഇവിടുത്തെ എല്ലാ ആളുകളും ഇങ്ങനെയാണെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളും ഇവിടെ ഉണ്ട് എന്നാണ് ആ സിനിമ സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഇമാജിനറി സ്റ്റോറി അല്ല, അതൊരു ഡോക്യുമെന്ററിയാണ്. നമ്മുടെ കണ്ണിൽ നമ്മൾ കാണാത്തതും നമ്മൾ അറിയാത്തതും നമ്മൾ അനുഭവിക്കാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തെറ്റാണെന്നും നമുക്കറിയുന്നത് മാത്രമാണ് ശരിയെന്നും വിചാരിക്കുന്നത് വലിയ മണ്ടത്തരാണ്. നിങ്ങൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനെല്ലാം മുന്നിൽ കണ്ണടച്ചെന്ന് പ്രതിഷേധം അറിയിക്കാണ്ട് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാനും അറിയാനും അതിനെപ്പറ്റി പഠിക്കാനും ശ്രമിക്കണം. കൂടെ പഠിക്കുന്ന ക്രിസ്ത്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു ആയിട്ടുള്ള സഹപാഠിയുടെ തലയിൽ തട്ടൊക്കെ ഇടിപ്പിച്ച് പൊട്ടൊക്കെ മായ്ച്ച് റീൽസ് ഇടുന്ന സമയത്ത് അതിന്റെ അടിയിൽ വന്നിട്ട് ഇതാണ് ഞങ്ങൾ സ്വപ്നം കണ്ട മതേതര കേരളം എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന അതേ അണ്ണന്മാർ തന്നെ കഴിഞ്ഞ ദിവസം നോമ്പ് തുറന്നു കഴിഞ്ഞ് ആറ്റുകാൽ പൊങ്കാലിടാൻ വേണ്ടിയിട്ട് പോയ റെനീഷയുടെ പോസ്റ്റിന്റെ അടിയിൽ വന്ന് കാണിക്കുന്ന പരാക്രമം കണ്ട ഭഗവാൻ പോലും പൊറുക്കില്ല. ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ സപ്രസ് ചെയ്തിട്ട് മറ്റൊരു വിഭാഗത്തോട് പ്രീണന കാണിക്കുന്ന ഒരു സാധനമല്ല എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നു, അന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ഇത്രയും നാളും പഠിച്ചതും കേട്ടതും കണ്ടതും ഒന്നും അല്ല മതേതരത്വം എന്ന്. ആ മതവും ഈ മതവും ഒന്നും രണ്ടല്ല, ഇതിന്റെ എല്ലാം പൊരുൾ ഒന്നാണ് എന്ന് മനസ്സിലാക്കി ഇതിനെല്ലാം ഒരേപോലെ കാണാൻ സാധിക്കുന്നതിനാണ് മതേതരത്വം എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും മതേതരത്വം എന്ന് എഴുതിയ കവറിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്കാ മതവർഗീയവാദമാണ്, അല്ലെങ്കിൽ മത പ്രീണന രാഷ്ട്രീയമാണ്. കേരളവർമ്മ കോളേജിൽ സരസ്വതി ദേവിയെ നഗ്നയായിട്ട് ചിത്രീകരിച്ചപ്പോഴും അയ്യപ്പനെ ആർത്തവ രക്തത്തിൽ കുളിപ്പിച്ച് വരച്ച സമയത്തൊക്കെ അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വിശേഷിപ്പിച്ച ഇടത് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകൾക്കും എന്തുകൊണ്ടാണ് കേരള സ്റ്റോറിയിൽ ഇതേ ആവിഷ്കാര സ്വാതന്ത്ര്യം കാണാൻ സാധിക്കാത്തത്? 2015 ലവ് ജിഹാദിനിരയായിട്ട് കൊല്ലപ്പെട്ട അനൂജ എന്ന് പറയുന്ന പെൺകുട്ടി മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകയായിരുന്നു എന്നുള്ള സത്യം ആ സിനിമ വിളിച്ചു പറയുന്നു എന്നതാണ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് ഇത്രയേറെ ചൊടിപ്പിക്കാൻ കാരണം. കൊച്ചിയിലെ പുതുശ്ശേരി പറമ്പിൽ അശോക് കുമാറിന്റെയും ശൈലജയുടെയും മകളായ 23-കാരി അനൂജ മഹാരാജാസ് കോളേജിലെ MA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. തന്റെ കൂടെ ഇടതുപക്ഷ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന തൃശൂർ ചാവക്കാട് സ്വദേശി വലിയകത്ത് ഗലീലുമായിട്ട് ആ കുട്ടി പ്രണയത്തിലായി. കമ്മ്യൂണിസ്റ്റുകാരായ മാതാപിതാക്കളുടെ പകുതി സമ്മതത്തോടുകൂടി അവർ ലിവിംഗ് ടുഗദർ സ്റ്റാർട്ട് ചെയ്തു. വളരെ വൈകിയാണ് ആ കുട്ടി അറിയുന്നത് ഇയാൾക്കൊരു ഭാര്യയും 2 കുട്ടികളൊക്കെ ഉണ്ടെന്നുള്ള സത്യം. പിന്നീട് അയാൾ ആ കുട്ടിയെ മതം മാറാൻ നിർബന്ധിക്കുകയും സമ്മതിക്കാതെ വന്നപ്പോൾ കൊന്നുകളയുകയും ചെയ്തു. ഒരു ആത്മഹത്യയായിട്ട് കേരള പോലീസ് ചിത്രീകരിക്കാൻ ശ്രമിച്ച ഈ കേസിൽ ആ കുട്ടിയുടെ ഡെഡ് ബോഡിക്ക് അരികിലും മുടി മുറിച്ച അവസ്ഥയിലും കാല് നിലത്തിട്ട് എഴയുന്ന അവസ്ഥയിലുള്ളത്. സത്യത്തെ നിങ്ങൾക്ക് എത്ര കാലം മറച്ചു പിടിക്കാൻ സാധിക്കും? എത്ര കാലം അതിന് നേരെ നിങ്ങൾക്ക് കണ്ണടച്ചു വയ്ക്കാൻ സാധിക്കും? ആർഷ വിദ്യാസമാജത്തിലോ പാവക്കുളത്തോ ഒക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് കേസസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. കേരളത്തിലുള്ളവരെല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷെ കേരളത്തിലും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നാണ് ആ സിനിമ പറയുന്നത്.